ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2414. ഇന്ന് ഓഗസ്റ്റ് മാസം 10-ാം തീയതി 222-ാമത്തെ ദിവസത്തിലെത്തി. അമ്മയോർമ്മകളിലൂടെയാണ് സുനോയോ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ കുറെ കൂടി അവബോധത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നമ്മളും എത്തട്ടെ. ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും അവസ്ഥകളും പരിഗണിച്ചുകൊണ്ട് തന്നെ പറയേണ്ടി വരുന്നു. ഒരു യേശു സാന്നിധ്യം ഒപ്പമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയൊരു സ്നേഹ സാന്നിധ്യത്തോടൊപ്പം സഞ്ചരിപ്പാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ തയ്യാറാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. മറിയമെന്ന വലിയ അമ്മയുടെ പ്രത്യേകത ഏതായിരുന്നു? അതിങ്ങനെ ഉറപ്പുവരുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണല്ലോ ഒരു പെരുന്നാളാഘോഷം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഒപ്പം യേശു ഇല്ല എന്ന് ഞെട്ടലോടെ, വേദനയോടെ, നഷ്ടബോധത്തോടെ അമ്മ തിരിച്ചറിഞ്ഞു എന്നതുപോലും നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായി മാറുകയാണ്. നമ്മളാവട്ടെ ഇതുവരെയും അത് അറിഞ്ഞിട്ട് പോലുമില്ല. എവിടെയാണ് ഒന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടേ? ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ 3 തലങ്ങളില്ല, 3 പാളികൾ. ഏതൊരാളുടെയും ജീവിതത്തെ അങ്ങനെ നമുക്ക് കാര്യമായിട്ടൊന്ന് പകുത്തെടുക്കാൻ പറ്റും. ഒന്നൊരു പരസ്യ ജീവിതമാണ്, പബ്ലിക് ലൈഫാണ്. എത്ര ഭംഗിയായിട്ടാണ് നമ്മളതിനെ കൊണ്ടു നടക്കുന്നത്. അത് നമ്മുടെ സാമർഥ്യമാണ്, നമ്മുടെ പ്രാപ്തിയാണ്. അതിനെ ശരിക്കും സാമർഥ്യമെന്നാണോ പ്രാപ്തി എന്നാണോ വിളിക്കേണ്ടതെന്നും ഇത്തിരി സംശയം വരുന്നുണ്ട്. തുടർന്ന് വരുന്ന 2 പ്രതലത്തെ കൂടി പരിഗണിക്കുമ്പോൾ പിന്നെയുള്ളത് ഒരു പ്രൈവറ്റ് ലൈഫാണ്. എല്ലാ മനുഷ്യർക്കുമില്ലേ ഒരു സ്വകാര്യ ജീവിതമൊക്കെ? അതിനെയും ആദരവോടെ പരിഗണിക്കണ്ടേ? അതെ, ഒരു പരസ്യ ജീവിതത്തെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അളവ് കൂടുതൽ ഒരു പ്രൈവറ്റ് ലൈഫിനാണ്, ഒരു സ്വകാര്യ ജീവിതത്തിനാണ്. ഇനിയും ഒരു ഭാഗം കൂടി ഉണ്ടെന്ന് അറിയുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടിലാവുന്നത്. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞെന്ന് ഞാൻ ആശങ്കപ്പെടുന്നത്. അതിൻ്റെ സ്വകാര്യ ജീവിതമാണ്. സ്വകാര്യ ജീവിതമല്ല, രഹസ്യ ജീവിതമാണ്, ഒരു സീക്രട്ട് ലൈഫാണ്. അപ്പോ അങ്ങനെ ഒരു തലമുണ്ട്. കുറെ കൂടി ഒരു വെളിച്ചം എത്തേണ്ടി വരുന്നു എല്ലായിടത്തും. അതിങ്ങനെ പബ്ലിക് ലൈഫായാലും പ്രൈവറ്റ് ലൈഫായാലും, അതെ, അത് പൊതുജീവിതമായാലും ഒരു പരിധിവരെ സ്വകാര്യ ജീവിതമായാലും, അതിനും അപ്പുറത്തുള്ള ഒരു രഹസ്യ ജീവിതമുണ്ട്. അങ്ങോട്ടും കൂടി ഒരു യേശു വെളിച്ചം എത്താനായിട്ട്, യേശുവിന്റെ സാന്നിധ്യം നിർബന്ധപൂർവ്വം എത്തിക്കാനായിട്ട് ഈ അമ്മ നമ്മളെ കാര്യമായി സഹായിക്കും. തീർച്ചയാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.